ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖാണല്ലോ. എല്ലാവർക്കും സ്നേഹവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണം. നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള നാരങ്ങ വെള്ളമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. എല്ലാ സമയത്തും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് നാരങ്ങ വെള്ളം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു 2 നാരങ്ങ, ചെറിയ കുട്ടി നാരങ്ങയിൽ ഒരു 2 നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും ജ്യൂസായിട്ട് ചേർക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അരഞ്ഞു പോയിട്ട് ആ കയ്പുണ്ടാവുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ചിലർക്ക് അതങ്ങ് പറ്റില്ല, അതിൻ്റെ പേരിലാണ് ജ്യൂസായിട്ട് തന്നെ ചേർത്തിട്ടുള്ളത്. ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഞാനിപ്പോൾ ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ചേർക്കുമ്പോഴത്തേക്ക് അത് കൂടാതെ നോക്കിക്കോണം, എങ്കിൽ പിന്നെ ചെറിയൊരിങ്ങനെ ഒരു എരിവുണ്ടാവും. അപ്പോൾ അത് വരാൻ പാടില്ല. അപ്പോൾ ഈ ഒരു അളവിൽ മാത്രം മതിയാവും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഏലക്കയുടെ ആ സീഡ്സ് മാത്രമാണ്. ഏലക്കയുടെ പുറത്തുള്ള ആ തോട് നമുക്ക് ആവശ്യമില്ല. ഒരു 2 ഏലക്ക എടുത്തിട്ട് ഇതുപോലെ അതിനുള്ള തോടൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ നാരങ്ങ വെള്ളത്തിലേക്ക് ഒരല്പം ഏലക്കയും കൂടി ചേർക്കുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം പുതിനയിലയും കൂടിയാണ്. പുതിനയില എപ്പോഴും നമുക്ക് കിട്ടാറില്ല, ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്തേക്കണം. അപ്പോൾ ഒരല്പം പുതിനയിലയും കൂടി ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കുക്കുംബറും കൂടിയാണ്. ഒരു ചെറിയൊരു കുക്കുംബറിൻ്റെ ഒരു പകുതിയാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ കുക്കുംബർ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സ്പെഷ്യൽ റിഫ്രഷ്മെൻ്റ് ആയിട്ട് ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു ഫ്ലേവറൊന്നും അങ്ങനെ വലുതായിട്ടില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ധൈര്യമായിട്ട് നാരങ്ങ വെള്ളത്തിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊരു ജ്യൂസാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു അളവിൽ ഒരല്പം ഉപ്പും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. ഇനി വേണ്ട എന്തെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എങ്കിലും ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരയ്ക്കരുത്, എങ്കിൽ പിന്നെ നമ്മുടെ കുക്കുംബറൊന്നും നന്നായിട്ട് നനഞ്ഞു കിട്ടില്ല. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിൽ മാത്രമേ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഐസ് ക്യൂബ്സ് ഇട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം തന്നെ ധാരാളമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ ഇതൊന്ന് അരിച്ചിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം. കൂടെ തന്നെ ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കട്ടെ. ഞാനിപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നീട് നമുക്ക് ചെറിയൊരു ലൈറ്റായിട്ടുള്ള സ്പൈസ്നെസ്സിന് വേണ്ടിയിട്ട് മാത്രം ഒരല്പം പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർക്കാം. അത് നമ്മുടെ ഓപ്ഷനിലാണ്. കാരണം നമ്മൾ ഈ സമയത്ത് പച്ചമുളക് ചേർക്കുമ്പോഴത്തേക്കും ആ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും ചെറിയൊരു സ്പൈസ്നെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പച്ചമുളക് ഇട്ട് അടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നല്ല എരിവുണ്ടാവും. അപ്പോൾ അങ്ങനെ കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിത് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ലൈം ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ വളരെ റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ലൈം ജ്യൂസ് തയ്യാറാക്കി കുടിക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അങ്ങനെ ഉടൻ തന്നെ നമ്മൾ കുടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ അതിൽ ചെറിയൊരു കയ്പുണ്ടാവും, ആ ഫ്ലേവർ അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. നമ്മുടെ ഷമീസ് കിച്ചൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.